ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. നേരത്തെ തന്നെ നീച്ച് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം എന്നും കർക്കിടക മാസമൊക്കെ ആയപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിൽ രാവിലെ നേരത്തെ നീച്ചിട്ട് വിളക്ക് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെമ്പ് നിറച്ചും ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പതിമുഖമൊക്കെ ഇട്ടിട്ടാണ് തിളപ്പിക്കണത്. എന്നും ഇപ്പോൾ ഈ പതിമുഖം ഇട്ടിട്ടൊന്നല്ല കേട്ടോ തിളപ്പിക്കാറുള്ളത്. പല ദിവസം പല രീതിയിലാണ് തിളപ്പിക്കാറുള്ളത്. ഒരു ദിവസം ജീരകമാണെങ്കിൽ മറ്റൊരു ദിവസം എന്താ പറയുക തുളസിയുടെ ഇല ഇട്ടിട്ടാണ് തിളപ്പിക്കാറുള്ളത്. ഓട്സ് കഞ്ഞിയ ടേസ്റ്റ് ഉണ്ട്, നോക്കട്ടെ നോക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് അവിടെ ഈച്ച വരട്ടെ. പിന്നെ അനിയൻ ഇവിടെ പുറത്ത് പോയപ്പോൾ ചോക്ലേറ്റിൻ്റെ സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കുഞ്ഞായിട്ട് രാവിലെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ ഓട്സ് കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ട് കഴിച്ചത്. അപ്പോൾ കുഞ്ഞാറ്റിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്താ ഉണ്ടാക്കുന്നത് അത് കഴിക്കാനായിട്ട് നിൽക്കും. അതുപോലെ ഞാൻ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ മധുരം ഇടില്ല, ചില സമയത്ത് ഉപ്പൊന്നും ഇടില്ല. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ട് ചക്കപ്പുഴുക്കല്ല കേട്ടോ, ചക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂട്ടിയിട്ടാണ് കേട്ടോ ഓട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കർക്കിടക മാസത്തിലെ മെയിൻ സംഭവങ്ങളിൽ ഒന്നാണല്ലോ ഇലക്കറികൾ വെക്കൽ. എന്താ പറയുക, നമ്മൾ ഈ കർക്കിടകം 1-ാം തീയതി മുരിങ്ങയില അതുപോലെ വേറെ എന്തെങ്കിലും ഇലകൾ പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ 7 ദിവസം പൊട്ടിക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ കർക്കിടക മാസത്തിൽ നമ്മൾ ഇലക്കറികൾ വെക്കണം, അതുപോലെ 10 ഇലയൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ. എന്താ പറയുക, ചീരയുടെ ഇല, തകര, ചേന, ചേമ്പ് അങ്ങനത്തെ ഒരുപാട് ഇലകളൊക്കെ വെച്ചിട്ട് മത്തൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആനത്തൂവ അതുപോലെ പയറിൻ്റെ ഇല അങ്ങനെ എല്ലാം ചേർത്തിട്ട് 10 ഇല കൂട്ടിയിട്ടാണ് കേട്ടോ ഉപ്പേരിയൊക്കെ വെക്കാറ്. എനിക്ക് ബാക്കിയുള്ള ഇലകളുടെ പേരൊന്നും എനിക്കറിയില്ല. സ്കൂളില്ലാത്ത കാരണം സനുവൊക്കെ ഇപ്പോൾ ഏകദേശം നേരം വൈകിട്ടാണ് കേട്ടോ നീക്കണത്. എന്താ പറയുക, ഇപ്പോൾ മഴയൊക്കെ ആയ കാരണം ഒരുപാട് ലീവൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. മഴയായ കാരണം സത്യം പറഞ്ഞാൽ പുറത്തേക്കങ്ങ് ഇറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ എല്ലാവർക്കും. പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുക പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ എവിടേക്കെങ്കിലും പോകാനുള്ള ഇൻട്രസ്റ്റും കൂടി മഴ കാരണം ഇല്ലാതെ ആവുകയാണ്. ഈ മഴ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താ, അയ്യോ തുണികളൊന്നും ഉണങ്ങി കിട്ടില്ല. എവിടേക്കേ നമ്മൾ തോരട് എത്ര അഴക്ക കെട്ടിയാലും ഈ തുണികളൊന്നും ഉണങ്ങി കിട്ടില്ല കേട്ടോ. ഒന്നൊരു വെയിൽ വന്നപ്പോൾ വേഗം തുണികളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇടുമായിരുന്നു കേട്ടോ അമ്മ. ഇതൊക്കെ മുന്നേ തിരുമ്പി ഉണക്കി വെച്ചിട്ടുള്ള തുണികളാണ് കേട്ടോ. പക്ഷെ എന്നാൽ പോലും ചില സമയത്ത് ഭയങ്കര തണുപ്പടിക്കുമ്പോൾ ആകെ ഒരു പച്ചപ്പ് മണമൊക്കെ എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുണികളൊക്കെ പുറത്ത് നല്ല വെയിൽ കാണുമ്പോൾ ഇങ്ങനെ എടുത്തിടുന്നതാണ് കേട്ടോ. കുട്ടികളുടെ തുണികളൊക്കെ ആണെന്ന് പ്രത്യേകിച്ചും അത് ഉണങ്ങാണ്ട് എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എന്താ പറയുക, ഇവരെ തുണികൾ കുറച്ചൊന്നല്ല ഉണ്ടാവും കേട്ടോ, അത്യാവശ്യം തുണികളുണ്ടാവും. കുഞ്ഞാറ്റാണെങ്കിൽ മൂത്രം ഒഴിച്ചതും അങ്ങനെ ഉണങ്ങാത്തതൊക്കെ ആയിട്ട് ഒരുപാട് തുണികളുണ്ടാവും കേട്ടോ. പിന്നെ മഴക്കാലത്ത് തുണികളുടെ ഇടയിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള സംഭവങ്ങളിലൊന്നാണ് കേട്ടോ കൽക്കുന്നൻ. എന്താ പറയുക, എൻ്റെ കാലിൽ വരെ കടിച്ചിട്ടുണ്ട്. അയ്യോ, അത് വലിയൊരു കഥ തന്നെയാണ്. അത് ഓർക്കാൻ തന്നെ പറ്റണില്ല. അത് കടിച്ചതിന് ശേഷം 2 ദിവസം ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര വേദനയും കടിച്ചിലൊക്കെ ആയിരുന്നു. അതിനുശേഷം കൽക്കുന്നനെ കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഒരു ഉച്ച ടൈമൊക്കെ ആയപ്പോൾ നമ്മുടെ അനിയനും വൈഫും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അരുണേട്ടൻ്റെ അനിയനാണ് കേട്ടത്. അവിടെ പത്തിരിപ്പാല വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നത്. അവർ ഏട്ടനെ ലീവ് കിട്ടുമ്പോഴൊക്കെ അവർ വരാറുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞാറ്റിക്ക് സനുവിനൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അരുണേട്ടൻ്റെ അനിയൻ്റെ പേര് അനീഷ് എന്നാണ്, മോളുടെ പേര് ധ്വനിക. ദച്ചുട്ടി എന്നാണ് കേട്ടോ വിളിക്കാറില്ല. എന്താ പറയുക, ദച്ചുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സനുവിനെ വേറെ ഒന്നും വേണ്ട, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 2 പേരും കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക തല്ലുകൂടും ചെയ്യും, അതിലുപരി നല്ല സ്നേഹിക്കുകയും ചെയ്യും. പിന്നെ അവർ വരുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കുള്ള ചിക്കൻ ബിരിയാണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ കുറച്ച് നേരം വന്നിരുന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ സനുവിനെ വെച്ചാൽ ഭയങ്കര സങ്കടം. ദച്ചുട്ടിനകത്ത് എത്ര താറ്റ പറഞ്ഞിട്ട് അവൾക്ക് ഇതാവണില്ല. ഒരുപാട് താറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. അവർ പോയി കഴിഞ്ഞപ്പോൾ 2 ആൾക്കും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓണത്തിന് ഇനി വരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ പോവാറായപ്പോഴേക്കും നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ഒരു 6 മണി കഴിയുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുപയർ കഞ്ഞി ഉണ്ടാക്കാം. പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഞങ്ങൾ കഞ്ഞിയൊക്കെ വെച്ചു. പിന്നെന്താ അവർ വന്നപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ അതൊക്കെ. എന്തായിരുന്നു, ഏട്ടനെ ഈ സമയത്ത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏട്ടനും കൂടി എന്നുവെച്ചാൽ അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിക്കാമല്ലോ. എന്തായാലും ഇനിയും സമയമുണ്ട്. ഓണത്തിന് എന്തായാലും ഏട്ടനുണ്ടാവുമല്ലോ.
അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.